ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർഹോൾഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് ഹോളിഡേ ആണ്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ബാങ്ക് ഓഫ് ചൈനയുടെ ഡിസിഷൻ വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രൈം ലെൻഡിങ് റേറ്റ് 1 ഇയർ 3.45% ആയിട്ടും അതുപോലെ തന്നെ 5 ഇയർ റേറ്റ് 3.95% ആയിട്ടും നിലനിർത്തിയിരിക്കുകയാണ്. ചേഞ്ചസ് ഒന്നുമില്ല. ഇന്നലെ ബാങ്ക് ഓഫ് ജപ്പാൻ 2016 മുതൽ പിന്തുടരുന്ന മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിയിരുന്നു. -0.1 നിന്ന് 0% ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്താവുന്ന 0.1% ആണ് ബാങ്ക് ഓഫ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ 0.5% ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കാര്യമായിട്ടുള്ള നെഗറ്റീവ് വൊളാറ്റിലിറ്റി ഒന്നും ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 320.33 പോയിന്റ് ബെറ്റർ ആയിട്ടും S&P 500 29.09 പോയിന്റ് ബെറ്റർ ആയിട്ടും നാസ്ഡാക്ക് 63.34 പോയിന്റ് ബെറ്റർ ആയിട്ടും റസൽ 2000 9.3 ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 13.82 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്നത് 14.33 ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയും ഇന്ത്യയൊക്കെ താഴെയായിരുന്നു. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $2159.7 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ പക്ഷേ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2161.75 പെർ ഔൺസിനാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്ത് $87.38 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $87.14 പെർ ബാരലാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ വീണ്ടും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ ഫ്യൂച്ചേഴ്സാണ് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളൊരു കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. അടുത്ത മാസങ്ങളിലും കോപ്പർ വലിയ രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം സപ്ലൈ ഷോർട്ടേജ് ആണ് കോപ്പറിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഗ്ലോബലി എല്ലാ കോപ്പർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇന്ന് US ഫെഡറലിൻ്റെ ഡിസിഷൻ വരെയാണ് ഈ വർഷം എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർ ഇന്ന് അനൗൺസ് ചെയ്തേക്കാം. അത് തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. ഇന്നലത്തെ നമ്മൾ S&P 500 ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് S&P 500 ഒരു പോസിറ്റീവ് വൊളാറ്റിലിറ്റി കാണിക്കുകയാണെങ്കിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അസ്ട്രാസെനക്കയുടെ പാരന്റ് കമ്പനി കനേഡിയൻ ഡ്രഗ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ക്യാൻസർ ഡ്രഗ് റിലേറ്റഡ് ട്രീറ്റ്മെന്റിന് ഉള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ റിലേറ്റഡ് രംഗത്ത് അസ്ട്രാസെനക്ക ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അസ്ട്രാസെനക്ക അവരുടെ സബ്സിഡിയറിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഭാരതി എയർടെലിൻ്റെ സബ്സിഡിയറി ഭാരതി ഹെക്സാകോമിൻ്റെ IPOക്ക് സെബി സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ് ഭാരതി എയർടെൽ. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിലയൻസ് ജിയോക്കാളും ബെറ്റർ ആയിരിക്കും എന്നുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഭാരതിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. TCS US ബേസ്ഡ് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. പ്രൈമറി ഇൻഫ്രാസ്ട്രക്ചറും പ്രൈമറി സോഫ്റ്റ്വെയർ സെറ്റപ്പാണ് ബാങ്കിന് വേണ്ടി സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഓർഡറാണ്. TCSനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ശക്തി പമ്പ്സ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിന് പോവുകയാണ്. 200 കോടി രൂപയ്ക്കാണ് 1272.09 പെർ ഷെയർ ആണ് ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. BHELന് 1600 മെഗാവാട്ട് സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. UPയിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ് BHELനെ സംബന്ധിച്ച്. വെങ്കീസ് ഇന്ത്യ വെറ്റിനറി ഡ്രഗ്സ് മാനുഫാക്ചറിംഗിലേക്ക് കടത്തിരിക്കുകയാണ്. കമേഴ്സ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പൗൾട്രി ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള വെറ്റിനറി ഡ്രഗ്സ് ആണ്. വെങ്കീസിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ന്യൂസുകൾ. അതോടൊപ്പം തന്നെ റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര ഈ രണ്ട് കമ്പനികളുടെയും ബാഡ് ഡേയ്സ് ആർ ഓവർ. നമ്മൾ 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ട്രോങ് ബൈ ആയിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ്. വീണ്ടും ഭാവി നല്ല ഫ്യൂച്ചറാണ് ഈ രണ്ട് കമ്പനികളിലും ഇപ്പോൾ കാണുന്നത്. കാരണം റിലയൻസ് പവറിൻ്റെ ഡെറ്റൊക്കെ മിക്കവാറും കൊടുത്തു തീർക്കും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റിലയൻസ് ഇൻഫ്രനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ അനിൽ
അംബാനി ഗ്രൂപ്പിൻ്റെ ഈ 2 കമ്പനികളും വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ ഓവറോൾ ഇന്നലത്തെ മാർക്കറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി സെഗ്മെൻറ്റിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളൊക്കെ ബയേഴ്സാണ്. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെറ്റ് ഷോർട്ട് പൊസിഷൻ ഇന്നലെ 85,359 കോടിയാണ്. അത് തിങ്കളാഴ്ച മിനിഞ്ഞാന്ന് 61,315 കോടിയായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇത്തരം ഷോർട്ട് പൊസിഷൻ കയറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം നല്ല വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന പല പൊളിറ്റിക്കൽ ന്യൂസുകളും മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു പക്ഷേ 21,400 വേഴ്സ്റ്റ് സിനാരിയോയിൽ 21,000 ലെവലിലേക്കൊക്കെ ഒരു സെൽ ഓഫും വൊളാറ്റിലിറ്റിയും വരികയാണെങ്കിൽ ഫാൾ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും നല്ലത്. ഒപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് കോട്ടക് ഷെയർവെൽത്ത് ഇൻവെസ്റ്റേഴ്സിനായിട്ട് പ്രൈം പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ പിക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പൊളിറ്റിക്കൽ ഡ്രിവൻ വൊളാറ്റിലിറ്റി നമുക്ക് ഇലക്ഷൻ കഴിയുന്നവരെ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള പല മൂവ്മെൻറ്റുകളും പല സ്റ്റോക്കുകളും ഉണ്ടായേക്കാം. അപ്പോൾ വളരെ കോഷ്യസായി ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.